അങ്കളെ സെന്റിന് വെറും 16,000 രൂപ ചോദിക്കണം. ഈ കാണുന്ന 3 ഏക്കർ 41 സെന്റ് സ്ഥലം റബ്ബർ തോട്ടം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഹായ് നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ മൂലോത്തുകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആക്കണ് ഈ കാണുന്ന 3 ഏക്കർ 41 സെന്റ് സ്ഥലം റബ്ബർ തോട്ടം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നവർ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥല പ്രോപ്പർട്ടി ഒക്കെ അതുപോലെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പരസ്യം ചെയ്തിട്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഇങ്ങോട്ട് വരേണ്ട വഴി സൗകര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട നമുക്ക്. ആയിക്കോട്ടെ, നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ നമ്മളെ പ്ലോട്ടിലോട്ട് എത്തിപ്പെടാൻ നമുക്ക് 3 വഴികളുണ്ട് കേട്ടോ. അതായത് ആദ്യത്തെ വഴി പറഞ്ഞാൽ ഈ കാണുന്നതാണ്. ഇത് നമുക്ക് രേറോത്തുനിന്ന് പ്രാപ്പോയിൽ ചെറുപുഴ പോണ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണല്ലോ കേട്ടോ. നമുക്ക് ഈ ഒരു സൈഡ് ഇതന്നെയാണ് നമ്മൾ പ്ലോട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ഈ ഒരു സൈഡ് നമുക്ക് ഏകദേശം 200 മീറ്ററോളം ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ഈ റോഡ് വേറെ കാര്യം പറയാനുള്ള വെച്ചാൽ ഇതിന്റെ മേലക്കൂടുള്ളത് ബസ് റൂട്ടാണ് അല്ലേ? അതെ. പിന്നെ നമുക്ക് ഈ ഒരു വഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആലക്കോടുന്ന് ചെറുപുഴ പോണ റൂട്ടിൽ മൂലോത്ത് കുന്ന് കവല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് എത്തുക കേട്ടോ. പിന്നെ മൂന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് തേർത്തല്ലിന്നും വരാം. അങ്ങനെ നമുക്ക് 2-3 വഴികളുണ്ട് നമ്മളെ പ്ലോട്ടിനകത്തോട്ട് എത്തിപ്പെടാൻ കേട്ടോ. പിന്നെ നമുക്ക് കണ്ണൂരിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലോട്ടിലോട്ട് ഏകദേശം 50 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ടുള്ള ദൂരം. അതുപോലെ തന്നെ നമുക്ക് പയ്യന്നൂരിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ 44 കിലോമീറ്ററും. പിന്നെ നമുക്ക് അടുത്തുള്ള ഒരു ടൗൺ എന്ന് പറഞ്ഞാൽ തളിപ്പറമ്പാണ്. തളിപ്പറമ്പിന് ഏകദേശം 30 കിലോമീറ്ററും. പിന്നെ നമുക്ക് ചെറുപുഴയിലോട്ട് ഏകദേശം 12 കിലോമീറ്ററാണ് നമുക്ക്. പിന്നെ ആലക്കോടുന്നൊക്കെ വരാണെങ്കിൽ ഒരു 7 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഇവിടുന്നാണ് നമ്മളെ സ്ഥലത്തിൻ്റെ അതിര് തുടങ്ങുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ടാണ് നമ്മളെ സ്ഥലം കിടക്കുന്നത് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ തന്നെ കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് കറണ്ട് കണക്ഷനൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തോട്ട് ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് കുറച്ച് മേലെ വരെ റോഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതായത് മെയിൻ റോഡ്, അതായത് ടാറിംഗ് റോഡിനോട് ചേർന്നിട്ടാണ് നമുക്ക് ഈ കാണുന്ന ഒരു 3 ഏക്കർ 41 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളത്. അതുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് പ്ലോട്ടുകളായിട്ട് തിരിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് അല്ലേ? ഇനിയിപ്പോൾ റേറോത്തുനിന്നൊക്കെ വരാണെങ്കിൽ ഒരു 3 കിലോമീറ്റർ, അതുപോലെ തേർത്തല്ലിയിൽ നിന്ന് വരാണെങ്കിൽ ഒരു 3.5 കിലോമീറ്റർ ദൂരമൊക്കെ ഉള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് പ്ലോട്ട് മരങ്ങളും മറ്റേ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. ആയിക്കോട്ടെ, പോയോക്കാം. നമുക്ക് പ്ലോട്ട് കാണിച്ചു കൊടുക്കല്ലേ? പ്ലോട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. അതിന് മുന്നേ ഒറ്റ മിനിറ്റ് ഇട്ട് നമുക്ക് നമ്മളെ പ്ലോട്ടിലോട്ട് നമുക്ക് 3 സൈഡിൽ കൂടെ റോഡ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതാകണം അങ്ങോട്ട് കാണും ഇഷ്ടം പോലെ വീടുകളാണ് കേട്ടോ. സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ചുറ്റുപാട് ഇഷ്ടം പോലെ വീടുകളുണ്ട് അല്ലേ? അതെ. പിന്നെ നമുക്ക് ഇതിൽ അങ്ങോട്ട് റോഡ് പോകുന്നുണ്ട്, കുറച്ചവിടെ വരെ അങ്ങോട്ടൊക്കെ വീടുകളുണ്ട് അടുത്തൊക്കെ. ഇനി ഇങ്ങോട്ട് വരെ നമുക്ക് തോട്ടം കാണിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് വരും മരങ്ങൾ നമുക്ക് ആദ്യം കാണിച്ചു കൊടുക്കാം അല്ലേ നമുക്ക്? അതെ. നമ്മളെ ഒരു പ്ലോട്ടിനകത്ത് മൊത്തം 350ഓളം റബ്ബർ മരങ്ങളാണ് കേട്ടോ. അതിനകത്ത് ഇതാക്കുന്നത് 125ഓളം അതേമാതിരി 105 ഇനത്തിൽപ്പെട്ടുള്ള റബ്ബറുകളാണ് ഇപ്പോൾ ഈ ഒരു ഭാഗം. അതായത് തൈമരങ്ങൾ ഏകദേശം ഇതാണ്. ഇതേപോലത്തെ 125ഓളം മരങ്ങളാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുള്ള കേട്ടോ. അത് 105 ഇനത്തിൽപ്പെട്ട കത്തി വെച്ചിട്ട് 2-ാം വർഷം മാത്രം പ്രായമായ മരങ്ങളാണ്. ഒക്കെ നല്ല നല്ല കിടിലൻ മരങ്ങളാണ് കേട്ടോ. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മഴക്കാലത്ത് വരെ ടാപ്പിംഗ് ചെയ്യാത്ത മരങ്ങളാണ് കേട്ടോ. അങ്ങോട്ട് നോക്കി മഴക്കാലത്തൊന്നും ഇതുവരെ ടാപ്പിംഗ് ആക്കിയിട്ടില്ല. മഴക്കാലത്തൊന്നും പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ല കേട്ടോ ഈ ഒരു മരത്തിനൊന്നും. അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള മരങ്ങളാട്ടോ. നിങ്ങൾ വന്നാൽ നിങ്ങൾ പ്ലോട്ടിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ റോഡ് മെയിൻ റോഡ് ടാറിംഗ് റോഡിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. കുന്നിന്റെ മേലെ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പ്ലാറ്റ്ഫോറും കാര്യങ്ങളൊക്കെ ഫുള്ള് ക്ലിയർ ആയി കിടക്കണം. ടാപ്പിംഗ് ആക്കി നടക്കാനാണെങ്കിലും പാലെടുത്തുകൊണ്ട് നടക്കാനാണെങ്കിലും ഒക്കെ സുഖമാണ്. ഇനി ഈ ഒരു മരത്തിൻ്റെ ഒക്കെ വണ്ണം നോക്കുകയാണെങ്കിൽ ഒക്കെ നല്ല നല്ല കിടിലൻ മരങ്ങളാട്ടോ. ഇനി വേറെ സംഭവം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച പണിക്കാർക്ക് നിൽക്കാൻ സൗകര്യത്തിനുള്ള ഒരു സൗകര്യം ഉണ്ട്, ചെറിയൊരു വീടുണ്ടൊക്കെ കാണിച്ചു തന്നില്ല അവിടുന്ന്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ സംഭവം കാണുന്നത് കേട്ടോ. ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇങ്ങോട്ട് വരി, ഇതിൻ്റെ അകത്തെ സൗകര്യം കാണിച്ചത് ഫുള്ള് വാർപ്പാണ് കേട്ടോ. ഇങ്ങോട്ട് വരി, ചെറിയൊരു വർക്ക് ഉണ്ട്, പുറമേക്ക് ഒന്ന് മൊത്തം തേച്ചൊന്ന് സെറ്റ് ആക്കാനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ ഓപ്പൺ സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഇനി നമുക്ക് അകത്തെ വേറെ കാര്യം എന്താ വെച്ചാൽ ചെറിയൊരു പണിക്കാരൊക്കെ ഒന്ന് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിൽക്കാനുള്ള സൗകര്യത്തിന് ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് അല്ലേ? അതെ. ഇതിപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ വലിയൊരു ഹാളാക്കി ഇങ്ങനെ തിരിച്ചിട്ടേക്കാം കേട്ടോ. ഇതിപ്പോൾ വലിയൊരു ഹാളാണ്. ഇതിനകത്ത് തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യത്തിന് ഇവിടെ ചെറിയൊരു അടുക്കളയും പിന്നെ പാത്രം കഴുകാനുള്ള സൗകര്യത്തിനുള്ള സിങ്കും സംഭവമൊക്കെ ഇവിടെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാത്റൂമും സൗകര്യം അങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഇപ്പോൾ ഒരു പണിക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ തന്നെ ധാരാളമാണ് അല്ലേ? സൗകര്യമുണ്ട്. അതെ. പിന്നെ നമുക്ക് കറണ്ട് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അതെ. പിന്നെ നമുക്ക് റബ്ബർ ഷീറ്റൊക്കെ പുകയിടാൻ സൗകര്യത്തിനുള്ള പുകപ്പരാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു 500-ഓളം ഷീറ്റ് നമുക്ക് ഇതിനകത്ത് പുകയിടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരും, നമുക്ക് ആ പറമ്പിൻ്റെ അങ്ങോട്ടൊക്കെ പോയി നോക്കാം. പിന്നെ നമ്മളെ ഒരു പ്ലോട്ടിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇതേമാതിരി തേനീച്ച കൃഷിയും ചെയ്യാൻ പറ്റും. നിലവിലിപ്പോൾ അതേപോലെ മേലൊക്കെ കുറച്ച് തേനീച്ച കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റൂല ഈ ഒരു പ്ലോട്ടിനകത്ത്. അങ്ങനെയൊക്കെ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഈ പറമ്പിനകത്ത് ആക്കുന്ന തെങ്ങുകൾ ഏകദേശം ഒരു 70ഓളം കായ്ക്കുന്ന തെങ്ങുകളും കൂടി ഉണ്ട് കേട്ടോ ഈ റബ്ബറിൻ്റെ ഇടയ്ക്കെല്ലാം.
ഇടയ്ക്കൊക്കെ തെങ്ങുകളുണ്ട്. ഏകദേശം ഒരു 10-70ഓളം തെങ്ങുകൾ ഇതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ റബ്ബറിൻ്റെ ഇടയ്ക്ക് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ല നിങ്ങൾ പ്ലാറ്ററൊക്കെ നോക്കിയാൽ നല്ല ലെവലിൽ കിടക്കുന്ന പ്ലാറ്ററും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ ഈ സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ റോഡ് ഫ്രണ്ടേജിൽ തന്നെ നമുക്ക് പ്ലോട്ടുകളാക്കി 10 സെൻറ്റോ 20 സെൻറ്റോ ഒക്കെ ആയിട്ട് വീടൊക്കെയാണ് മുറിച്ചു കൊടുക്കാം. ഇനി വേറെ കാര്യമുണ്ട്, നിങ്ങൾ ഈ ഒരു പ്ലോട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് ലെവലായിട്ട് കിടക്കുന്ന സ്ഥലം കൂടിയാണ് അല്ലേ? അതിന് ലെവലാക്കി ഒന്നിന് ഇവിടെയൊക്കെ ഒരു ഭാഗത്ത് വീടൊക്കെ വെക്കാൻ. ഇനിയിപ്പോൾ ഇവിടെ ചെറിയൊരു വീട് റോഡിനോട് ചേർന്നൊരു വീട് വെച്ചിട്ട് ബാക്കി സ്ഥലം കൃഷി സ്ഥലമായിട്ട് നോക്കി കൊണ്ടുനടക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്നതാണ്. നല്ല സൂപ്പർ സ്ഥലമാണ്. ഇനി നമുക്ക് കുറച്ച് മേലെ പോയിട്ട് നമുക്ക് മുകളിൽ കുറച്ച് മരങ്ങളും കൂടി വലിയ മരങ്ങളുണ്ട് അല്ലേ? അതെ, അതുകൂടി ഒന്ന് പോയി കാണിച്ചു കൊടുക്കാം അല്ലേ? ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ടുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് മറ്റേ ബാക്കി മരങ്ങളും കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ? തേനീച്ച കൃഷിയൊക്കെ നോക്കി ഇതിപ്പോ കുറച്ചവരാക്കിയിട്ടുള്ളൂ തേനീച്ച കൃഷി കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പറമ്പിൽ മൊത്തത്തിൽ കുറച്ച് വലിയ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ പ്ലോട്ടിൻ്റെ ഇപ്പോൾ ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്തപ്പോൾ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് മുകളിലോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തോട്ടെല്ലാം വീടുകളെല്ലാം ഉണ്ട്. നമ്മൾ നേരത്തെ കയറി വന്ന വഴിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മളെ പറമ്പിൻ്റെ സൈഡ് വഴി റോഡുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇപ്പോൾ ഈ ഒരു വീട് നിൽക്കണതിൻ്റെ ഇവിടം വരെയാണ് ഇതിൻ്റെ വഴിയുള്ളത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് സ്ഥലം കിടക്കണം കേട്ടോ. നമ്മൾ പറമ്പിൻ്റെ അതിരുവഴിയെല്ലാം ഉണ്ടാക്കുന്നത്. ഇതേപോലെ ഏകദേശം ഒരു 40ഓളം തേക്ക് മരങ്ങളുണ്ട് കേട്ടോ അതിരുവഴിയെല്ലാം. ഇനിയിപ്പോൾ നിങ്ങൾ ചെറുതും വലുതുമായ ഏകദേശം ഒരു 40ഓളം തേക്കുകൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട്. നമ്മൾ കയറി വന്ന വഴിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വലുതാണ്, വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തൊക്കെ ചുറ്റുപാട് ഇഷ്ടംപോലെ വീടുകൾ അയൽവാസികളൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളുണ്ട്. ഇനിയിപ്പോൾ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ആരാധനാലയങ്ങൾ നമുക്ക് ഇവിടെ റേറോത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യൻ പള്ളി എല്ലാം ഉണ്ട്. അതുപോലെ പിള്ളേരെ സ്കൂളിലോട്ട് പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ റേറോത്ത് തന്നെ നമുക്ക് ഹൈസ്കൂളും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ മുസ്ലിം പള്ളി ഇവിടെ നമുക്ക് നടക്കാനുള്ള ദൂരമുള്ള അടുത്ത് തന്നെ നമുക്ക് മുസ്ലിം പള്ളി എല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ പ്ലോട്ടിനകത്തുള്ള കുറച്ച് വലിയ മരങ്ങൾ ഉണ്ടായിരുന്നില്ലേ, അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് നമുക്ക് ഈ മരങ്ങൾ ഇതാക്കുന്നത് ഏകദേശം ഇതാണ്. ഇതേപോലത്തെ 225ഓളം റബ്ബർ മരങ്ങൾ നമുക്ക് വലുതുണ്ട് കേട്ടോ. അതേപോലത്തെ വലിയ മരങ്ങൾ. ഇതിപ്പോൾ ഈ ഒരു സൈഡ് കഴിഞ്ഞ് അടുത്ത സൈഡ് ഇതാ ഇവിടെ അടുത്ത സൈഡ് ഇത്രയും ടാപ്പിങ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഒക്കെ നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള മരങ്ങൾ അതൊക്കെ കണ്ടില്ലേ. ഏകദേശം ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള റബ്ബറും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മൊത്തത്തിൽ ഫുള്ള് റബ്ബർ തന്നെയാണ് നമ്മളെ പ്ലോട്ടിനകത്തുള്ളത് കേട്ടോ. പ്ലോട്ടിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ താഴെ കാണുന്നതാണ് നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ അല്ലേ? അതെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽ പറഞ്ഞാൽ. അപ്പോൾ സ്ഥലം കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ മൂലോത്തുകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആലക്കോട് നിന്ന് ഏകദേശം 7 കിലോമീറ്റർ അകലത്തിൽ മൂലോത്തുകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് വെറും 16,000 രൂപയാണ് ചോദിക്കുന്നത്. ഏക്കറിന് 16 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന്